some basic concepts of chemistry. Section 4 Important equations. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. Question number 22. What do you mean by concentration of a solution? ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കോൺസെൻട്രേഷൻ എന്നതിനെ മലയാളത്തിൽ ഗാഢത എന്ന് പറയും. സൊല്യൂഷൻ എന്നതിൻ്റെ മലയാളം ലായനി എന്നാണ്. ഉത്തരം പറയാം. കോൺസെൻട്രേഷൻ മീൻസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൻ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. തന്നിരിക്കുന്ന സോൾവെൻറ്റിൽ എത്രമാത്രം സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ. സൊല്യൂഷനിൽ 2 കമ്പോണൻറ്റുകൾ ആണ് ഉണ്ടാകുക. ഒന്ന് സൊല്യൂട്ട്, മറ്റൊന്ന് സോൾവെൻറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി. ഇതിൽ ഷുഗർ ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെൻറ്റ്. അപ്പോൾ 2 കമ്പോണൻറ്റുകൾ സൊല്യൂഷനുണ്ട്, സൊല്യൂട്ടും സോൾവെൻറ്റും. സോൾവെൻ്റ് ആണ് കൂടുതലായി ഉണ്ടാവുക. സോൾവെൻറ്റിൻ്റെ അളവിനെ അപേക്ഷിച്ച് കുറവായിരിക്കും സൊല്യൂട്ട്. ഷുഗർ സൊല്യൂഷനിൽ ഷുഗറിൻ്റെ അളവ് കൂടിയാൽ കോൺസെൻട്രേഷൻ കൂടി എന്നാണ് പറയുന്നത്. ഷുഗറിൻ്റെ അളവ് കുറവാണെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് പറയും. സോ കോൺസെൻട്രേഷൻ മീൻസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൻ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പല മാർഗങ്ങളുമുണ്ട്. സാധാരണ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു, 2 സ്പൂൺ പഞ്ചസാര ഇട്ടു എന്നൊക്കെ പറയും. കോൺസെൻട്രേഷൻ്റെ അളവ് പറയാൻ സാധാരണയായിട്ട് നിത്യജീവിതത്തിൽ നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കും. 1 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര. സൊല്യൂട്ടിൻ്റെ അളവ് മാറ്റി മാറ്റി കൊടുക്കാം. എന്നാൽ കെമിസ്ട്രിയിൽ ഇതിന് കൃത്യമായ ചില മാർഗങ്ങളുണ്ട്. കോൺസെൻട്രേഷൻ മെത്തേഡുകൾ ഉണ്ട്. ഒരുപാടെണ്ണമുണ്ട്. അതിലെ ഏതാനും എണ്ണമാണ് ഈ വർഷം പഠിക്കാനുള്ളത്. 4 എണ്ണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 23. ഗീവ് ദ മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം പറയാം. എ മൊളാരിറ്റി. റിറ്റിയാണ് മൊളാരിറ്റി, സിമ്പൽ ക്യാപിറ്റൽ എം. ബി മൊളാലിറ്റി, LITY, മൊളാലിറ്റി, സിമ്പൽ സ്മോൾ എം. സി മോൾ ഫ്രാക്ഷൻ, അതിനെ എക്സ് എന്ന് പറയും. ഡി മാസ് പെർസെൻറ്റേജ്, സിമ്പൽ W/W. ചില ബുക്കുകളിൽ പെർസെൻറ്റേജ് എന്ന് കൂടെ ചേർക്കാറുണ്ട്. മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്. എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ്, കൺഫ്യൂഷൻ ആവരുത്. ഗീവ് ദ മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. ഇതൊക്കെയാണ് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പിന്നെ മാസ് പെർസെൻറ്റേജ്. ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ മൊളാരിറ്റി. മൊളാരിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ ഉള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. 1 ലിറ്റർ സൊല്യൂഷനിൽ ഉള്ള
സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. WB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മാസ്സാണ്. മാസ് ഓഫ് ദി സൊല്യൂട്ട്, വെയ്റ്റ് ഓഫ് ദി സൊല്യൂട്ട് എന്നും പറയാം. MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. മോളാർ മാസ് എന്നും പറയാം. B എന്നുള്ളത് സൊല്യൂട്ടിനെ കാണിക്കുന്നതാണ്. ചില ബുക്കുകളിൽ B എന്നുള്ള സ്ഥലത്ത് 2 എന്നായിരിക്കും. ഒന്നുകിൽ B അല്ലെങ്കിൽ 2. അപ്പോൾ WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു V. V എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. പ്രോബ്ലത്തിൽ ചിലപ്പോൾ ലിറ്റർ ആയിരിക്കും തരുന്നത്. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ മില്ലി ലിറ്ററാക്കി മാറ്റണം. അപ്പോൾ വോള്യൂം മില്ലി ലിറ്ററിൽ എഴുതണം, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റും. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു V. ഇനി ഒരു ചെറിയ ട്രിക്ക്. WB ഡിവൈഡഡ് ബൈ MB, മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾ കിട്ടും. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ NB ഉണ്ടോ? ഇക്വേഷൻ മാറി. NB ഇൻറ്റു 1000 ബൈ V. ഇങ്ങനെ എഴുതാം. ഇക്വേഷനെ ഒന്നുകൂടെ മാറ്റാം. മാസിനെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ WB ഡിവൈഡഡ് ബൈ WB ഡിവൈഡഡ് ബൈ V. WB ഡിവൈഡഡ് ബൈ V ആണ്. മാസിനെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെൻസിറ്റി എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു D ഇൻറ്റു 1000 ബൈ MB. D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒരു 10 തവണ എഴുതി ബൈ ഹാർട്ട് പഠിക്കുക. എല്ലാ ടേമുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. WB എഴുതിയിട്ടുണ്ട്, MB എന്താണ്, V എന്താണ്, NB എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോൾവെൻറ്റിനെ കാണിക്കാൻ A എന്നുള്ള ലെറ്ററാണ് കൊടുക്കുക, അല്ലെങ്കിൽ 1. സൊല്യൂട്ടിനെ ഡിനോട്ട് ചെയ്യാൻ B എന്നുള്ള ലെറ്റർ, അല്ലെങ്കിൽ 2. ഇതാണ് ഉപയോഗിക്കുന്നത്. മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ മൊളാരിറ്റി മാറും. ബിക്കോസ് വോള്യം ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നോക്കി അറിയാം, വോള്യം ഉണ്ട്. ടെമ്പറേച്ചർ മാറുമ്പോൾ വോള്യം മാറും. അതുകൊണ്ട് മൊളാരിറ്റിയുടെ വാല്യൂ മാറും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൊളാരിറ്റി നല്ലൊരു കോൺസെൻട്രേഷൻ മെത്തേഡ് അല്ല, കാരണം ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ വാല്യൂ മാറും. ഇനി അടുത്തത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. റൈറ്റ് എ നോട്ട് ഓൺ മൊളാലിറ്റി. Molality is the number of moles of solute present in 1 kilogram of solvent. 1 കിലോഗ്രാം സോൾവെൻറ്റിലുള്ള നമ്പർ ഓഫ് മോൾസിനെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി ഇക്വേഷൻ പരിചയപ്പെടാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. അല്ലേ, മൊളാരിറ്റിയിൽ V ആയിരുന്നു, ആ Vക്ക് പകരം WA, വേറെ മാറ്റമൊന്നുമില്ല. WA എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ മാസ്സാണ്. മാസ് ഓഫ് ദി സോൾവെൻറ്റ്, അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ദ സോൾവെൻറ്റ് എന്നും വിളിക്കാം. മാസ് ഓഫ് ദ സോൾവെൻറ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ദ സോൾവെൻറ്റ്. ഇക്വേഷൻ ഒന്ന് മാറ്റാം. WB ഡിവൈഡഡ് ബൈ MB, അതിനെ NB എന്ന് എഴുതാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഇക്വേഷൻ NB ഇൻറ്റു 1000 ബൈ WA കിട്ടിയല്ലോ. പഠിക്കാൻ എളുപ്പമുണ്ട്. മൊളാരിറ്റിയിൽ ഇവിടെ V എന്നാണ്, WA എന്ന സ്ഥലത്ത് V ആണ്. ഇത് മാത്രമേ മാറ്റമുള്ളൂ. ഡെഫിനേഷൻ ചേഞ്ച് ഉണ്ട്, നോക്കണം. എല്ലാ ടേമുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. WB എന്താണ്, MB എന്താണ്,
ഓക്കെ, WA എന്താണ്, NB എന്താണ്, എല്ലാം അറിയുന്നതാണ്. മൊളാലിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. മൊളാലിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് മാറില്ല. ബിക്കോസ് മാസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അനുസരിച്ച് മാസ് മാറില്ല. നോക്കൂ ഇക്വേഷൻ, ഇത് മാസാണ്, ഇത് മാസാണ്, ഇത് മാസാണ്. ടെമ്പറേച്ചർ മാറുമ്പോൾ മാസിന് വ്യത്യാസം വരില്ല. സോ മൊളാലിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അനുസരിച്ച് മൊളാലിറ്റി മാറില്ല. ഇപ്പം 2 കോൺസെൻട്രേഷൻ മെത്തേഡ് തീർന്നു, മൊളാരിറ്റിയും മൊളാലിറ്റിയും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 26. റൈറ്റ് എ നോട്ട് ഓൺ മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു NI എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ്, അല്ലെങ്കിൽ ith കമ്പോണൻറ്റ് എന്നും പറയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ സിഗ്മ NI. സിഗ്മ NI എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിലെ ആകെയുള്ള നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സൊല്യൂഷൻ. ഡെഫിനിഷൻ നോക്കൂ, മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് number of moles of one component to the total number of moles in the solution. Mole fraction is the ratio of number of moles of one component to the total number of moles in the solution. പഠിക്കാൻ എളുപ്പമുണ്ട്, എഴുതി പഠിക്കണം. മോൾ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ചാൽ മോൾ പെർസെൻറ്റേജ് കിട്ടും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരിക്കും, മോൾ പെർസെൻറ്റേജ്. മോൾ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ചാൽ മോൾ പെർസെൻറ്റേജാണ് കിട്ടുന്നത്. ഓർമ്മിച്ച് വയ്ക്കുമല്ലോ. ഇനി ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. കൺസിഡർ എ സൊല്യൂഷൻ ഹാവിങ് 2 കമ്പോണൻസ് A ആൻഡ് B. ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻറ്റുകൾ ഉണ്ട് എന്ന് കരുതുക. ഒരാൾ A ആണ്, മറ്റൊരാൾ B. A എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെ എഴുതും? XA സമം എയുടെ നമ്പർ ഓഫ് മോൾ NA ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. എന്താ ടോട്ടൽ നമ്പർ ഓഫ് മോൾ വരിക? NA പ്ലസ് NB. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് B നോക്കൂ, XB സമം ബിയുടെ നമ്പർ ഓഫ് മോൾ. കണ്ടുപിടിക്കേണ്ടത് B ആണ്. അപ്പോൾ ബിയുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ടോട്ടൽ നമ്പർ ഓഫ് മോൾ NA പ്ലസ് NB. ഇതാണ് മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A, NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് B ആണ്. ക്ലിയർ ആയല്ലോ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. W/m ആണ്. അപ്പോൾ NA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, NB എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും എഴുതാം. അപ്പോൾ പ്രോബ്ലത്തിൽ WA തരും, MA തരും, NA കണ്ടുപിടിക്കണം, അതുപോലെ NB കണ്ടുപിടിക്കണം. എന്നിട്ടാണ് മോൾ ഫ്രാക്ഷൻ കാണുക. അത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ XAയും XBയും കൂട്ടി നോക്കൂ, ഉത്തരം 1 ആണ് കിട്ടുക. സംശയമുള്ളവർക്കൊന്ന് കൂട്ടി നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണ്, NA പ്ലസ് NB. ന്യൂമറേറ്റർ വരുന്നത് NA, ഇവിടെ NB. അപ്പോൾ NA പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അപ്പോൾ XAയും XBയും കൂട്ടിയാൽ ഉത്തരം 1 ആയിരിക്കും. അപ്പോൾ ഒരു റൂൾ കിട്ടി. ഒരു സൊല്യൂഷനിലെ എല്ലാ കമ്പോണൻറ്റുകളുടെയും മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ കിട്ടുന്നത് 1 ആണ്. സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദി കമ്പോണൻസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി. മോൾ ഫ്രാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. കാരണം എല്ലാം മാസാണ്, അപ്പം അതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. നോക്കിയാൽ അറിയാം, നമ്പർ ഓഫ് മോൾ, മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, എല്ലാം മാസാണ് വരുന്നത്, വോള്യം വരുന്നില്ല. അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ടെമ്പറേച്ചർ അനുസരിച്ച് മാറില്ല. ഇനി ഒരെണ്ണം കൂടെയുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ മാസ് പെർസെൻറ്റേജ്.
എളുപ്പമാണ്. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഡെഫിനിഷൻ ഒന്ന് നോക്കാം. മാസ് പെർസെൻറ്റേജ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് സൊല്യൂട്ട് പെർ 100 parts by mass of solution. Mass percentage is defined as number of parts by mass of solute per 100 parts by mass of solution. സൊല്യൂഷൻ്റെ മാസിനെ 100 പാർട്ടാക്കി ആ 100-ൽ എത്ര പാർട്ട് സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള 4 കോൺസെൻട്രേഷൻ മെത്തേഡ്സ്. വേറെയും കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഉണ്ട്, അത് അടുത്ത വർഷമാണ് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ തീർന്നു. ഓക്കെ, ബൈ.